മുസ്ലിം ലീഗിൻ്റെ മുഖം എന്നതിനപ്പുറം പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനാണ്. ഞാൻ എൻ്റെ അഭിഭാഷക വൃത്തിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ. അതേപോലെ തന്നെ അവിടെ KMCCയും ബാക്കിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ ഈ ഒരു കർത്തവ്യം, ഇതുപോലത്തെ ഒരു വലിയൊരു ഒരു കർത്തവ്യം വന്നു ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ലീഗ് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പലവട്ടം തീരുമാനിച്ചിരുന്നു. ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനായ ഡൽഹി ബേസുള്ള ഹാരിസ് ബീരാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ലീഗിന് ദില്ലിയിൽ ദേശീയ കമ്മിറ്റി ഓഫീസ് വരികയാണ്. അതിൻ്റെ സൂത്രധാരൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് താങ്കളാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. റെയ്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നമുക്കൊരു ആസ്ഥാനം വന്നിട്ടുണ്ട്. ആ ആസ്ഥാനം ഏകദേശം കുറച്ച് നാൾ കൊണ്ട് അത് പ്രവർത്തന സജ്ജമാകും. അത് പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലീഗിൻ്റെ പ്രവർത്തനം ഉത്തരേന്ത്യയിലൊക്കെ വ്യാപിപ്പിക്കും. നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു കമ്മിറ്റിയാണ്. അതിനകത്ത് വളരെ നല്ല ഭാരവാഹികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഉത്തരേന്ത്യയിൽ വളരെ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആസ്ഥാന മന്ദിരം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതിപ്പോൾ മാറി. അപ്പോൾ ഇപ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ ഞാൻ ഡൽഹിയിൽ തന്നെ ഉണ്ടെങ്കിൽ എനിക്കൊരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ തന്നെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും പാർട്ടിയുടെ ചിറക് ഉത്തരേന്ത്യയിൽ വ്യാപിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. രാഷ്ട്രീയത്തെ അതീതമായി ഇപ്പോൾ കപിൽ സിബലിനെ പോലുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം പാർട്ടിയെ കൂടുതൽ ആളുകളിലേക്ക് ഇറക്കാൻ സഹായിക്കും. തീർച്ചയായിട്ടും. ആ ബന്ധങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ അയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചത് കാരണമാണ്. അപ്പോൾ ആ വിശ്വാസം ഞാൻ തിരിച്ച് പാർട്ടിക്ക് കൊടുക്കും. ഞാൻ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ഏറ്റവും അവസാനം ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ, ഇപ്പോൾ CAA ആയിക്കോട്ടെ, UAPA കരിനിമ ആയിക്കോട്ടെ, അബ്ദുൽ നാസർ മഹദനി ആയിക്കോട്ടെ, സിദ്ദീഖ് കാപ്പൻ ആയിക്കോട്ടെ, അങ്ങനെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായ ആളുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോരാടി, പ്രത്യേകിച്ച് പ്രവാസി വോട്ടർമാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് താങ്കളാണ്. അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന ആളെന്ന നിലയിൽ അത് ലീഗിനെ കൂടുതൽ ആളുകൾക്കിടയിലേക്ക് എത്തിക്കില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പാർലമെൻറ്റിന് പുറത്ത് നടത്തിയ പോരാട്ടം പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീവ്ര യത്നത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പാർലമെൻറ്റിനുള്ളിൽ ഈ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ കോടതികളിലേക്ക് വരുന്ന ലിറ്റിഗേഷനിൽ തന്നെ വളരെയധികം കുറവ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാദിഖലി തങ്ങളുടെ ഒരു പിന്തുണയെക്കുറിച്ചും കൂടി പറയണമെന്ന് തോന്നുന്നു. പാർട്ടി നേതൃത്വം പൂർണ്ണമായിട്ട് പിന്തുണച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനാണെങ്കിലും രാജ്യസഭാ MP എന്ന ഒരു പദവി വരുമ്പോൾ കൊച്ചിയിൽ കൂടി ഓഫീസിട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാനാണ് ഹാരിസ് ബീരാൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ തെക്കൻ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ലീഗ് ഒരാളെ അയച്ചിട്ടില്ല. ആലുവ സ്വദേശിയാണ് ഹാരിസ് ബീരാൻ. ഹാരിസ് ബീരാൻ്റെ പിതാവും VK ബീരാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗ് നേതാവാണ്. CH മുഹമ്മദ് കോയയുടെയൊക്കെ സന്തത സഹചാരിയായി അറിയപ്പെട്ടിരുന്ന ആൾ കൂടിയാണ്.